ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സഹനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ പ്രാർത്ഥനാപൂർവം ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ഭൂമിയിൽ സഹനത്തിന് അർത്ഥമുണ്ടെന്ന് ലോകത്തെ വെളിപ്പെടുത്തിയ മഹത്വമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസ്. ഈ വിശുദ്ധന്റെ ജീവിതം ഭൂമിക്ക് വലിയൊരു സാക്ഷ്യമായിരുന്നു. ജീവിതത്തിൽ എത്ര തന്നെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും വിശ്വാസം ഉപേക്ഷിക്കില്ല എന്ന് ധീരതയോടെ പ്രഘോഷിച്ച വിശുദ്ധൻ, സഹനങ്ങളെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു യുവാവായ വിശുദ്ധൻ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒരു വലിയ പ്രത്യാശയും വിശ്വാസത്തിൽ കൂടുതൽ സ്ഥിരതപ്പെടുവാൻ നമുക്ക് പ്രചോദനമാകുന്ന വിശുദ്ധൻ. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഈ വിശുദ്ധന്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ മാത്രമല്ല, എല്ലാ ദേവാലയങ്ങളിലും ആഘോഷിക്കപ്പെടുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കാരണം എന്തെന്നോ, അത്രമാത്രം നന്മയുടെ വഴികാട്ടിയായി, പ്രത്യാശയുടെ അനുഭവമായി ഇന്നും വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ഈ വിശുദ്ധൻ ജീവിക്കുന്നു. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ജീവിതം ത്യാഗോജ്ജലമായിരുന്നു എങ്കിലും ആ ജീവിതത്തിലൂടെ സ്വർഗം നൽകിയ മഹത്വം ഏറെ അനുഗ്രഹദായകമായിരുന്നു. വിശുദ്ധ ബൈബിളിൽ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനെയാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക. കാരണമുണ്ട്. അദ്ദേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവന്റെ വചനം പറഞ്ഞതിന്റെ പേരിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി അവൻ ഹൃദയപൂർവ്വം എല്ലാവരോടും ക്ഷമിക്കുന്നുണ്ട്. കർത്താവേ, ഇവരുടെ മേൽ ഈ തിന്മ ആരോപിക്കരുതേ, ഇവരെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് മരണത്തെ പുൽകുന്ന വിശുദ്ധ സ്റ്റീഫൻ അഥവാ എസ്തഫാനോസ്. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ജീവിതവും അപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന്റെ തിരുസ്വരൂപം നമ്മൾ കാണുമ്പോൾ ശരീരം മുഴുവനും അമ്പേറ്റ് രക്തം വാർന്നൊഴുകി നിൽക്കുമ്പോഴും കണ്ണുകൾ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുന്നു. നോക്കൂ, ജീവിതത്തിൽ ഒരു സഹനത്തിനും വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല എന്ന് ധീരതയോടെ പ്രഖ്യാപിച്ച, സാക്ഷി നൽകിയ ഒരു വിശുദ്ധൻ കൂടിയാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസ്. ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ തളർന്നു പോകാതിരിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഭൂമിയിലെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് പഠിപ്പിച്ച ഏറ്റവും മഹത്തായ അനുഭവം ക്രിസ്തുവിൻ്റെതായിരുന്നു. അവിടുന്ന് തൻ്റെ ശരീരത്തിൽ ഭൂമിയിലെ മുഴുവൻ തിന്മയുടെ ഭാരവും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി സഹനത്തിൻ്റെ സ്വർഗീയ മഹത്വം വെളിപ്പെടുത്തുന്നു. രക്ഷ നിലകൊള്ളുന്നത് സഹനത്തിലൂടെയാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വേദന തരുന്ന അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ കൃപ കാണാൻ ഈ വിശുദ്ധൻ്റെ മഹനീയ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.